ഇവിടെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈശ്വരന് സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പാപം ചെയ്യുന്നവന് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവന് അപ്പോഴത്തന്നെ ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പറയും, മകൾക്ക് അല്ലെങ്കിൽ മകന് ഒന്നും ഇപ്പോഴ് ഈശ്വരീയ വിശ്വാസമില്ല, അവർ നിരീശ്വരവാദിയായി പോണു, മാത്രവുമല്ല ഈശ്വര നിഷേധം ചെയ്യണു. ഇപ്പം നമുക്ക് തന്നെ ശരിയായ ഒരു കോൺസെപ്റ്റ് ഇല്ല ദൈവം എന്നുള്ള പറയുന്ന സങ്കല്പത്തിനെ കുറിച്ച്. നമ്മളുടെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതും ഈ തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ധാരണ, ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനിരിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിച്ച് തരാനിരിക്കുന്ന, നിറവേറ്റി തരാനിരിക്കുന്ന ഒന്നല്ല ഈശ്വരൻ. യുക്തിയുള്ള മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഈശ്വരീയ സങ്കല്പമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് അങ്ങ് പറയണ്ടായി. അങ്ങയുടെ ബോധ്യത്തിൽ യഥാർത്ഥ ഈശ്വരീയ സങ്കല്പം എന്താണ്? അതായത് ആക്ച്വലി ഞാൻ പറഞ്ഞത്, യുക്തിയുള്ള മനുഷ്യന് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു ഈശ്വരീയ സങ്കല്പമാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പം യുക്തിരഹിതമായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനൊരു മറ്റൊരു വശം കൂടിയുണ്ട്. കാര്യം ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഒരു ആക്റ്റീവായിട്ടുള്ള, ഒരുപാട് എന്താ പറയുക, ഫാൻ സപ്പോർട്ടുള്ള ഒരു ആള് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈശ്വരന് സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പാപം ചെയ്യുന്നവന് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവന് അപ്പോഴത്തന്നെ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ മാതിരി ആക്ച്വലി ദൈവം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അദ്ദേഹം കാര്യം വലിയ മറ്റൊരുപാട് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ്. അതുപോലെ ദൈവത്തിനും അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അദ്ദേഹം ഒരു നിർദ്ദേശമൊക്കെ സമർപ്പിക്കുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നു അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈശ്വരനായിരിക്കാം അത് സമർപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണത്. അത് കുറേ ആളുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും കണ്ടു. അപ്പം ഞാനെപ്പോഴേ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ശരിക്കും ഇപ്പം ഒരു ഈശ്വരീയ സങ്കല്പം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഉയർന്ന ഒരു ഫിലോസഫിക്കൽ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളുടെ ഈശ്വരീയ സങ്കല്പം നമുക്ക് തെറ്റിപ്പോണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈശ്വരനെ പുറത്തന്വേഷിക്കുമ്പോഴാണ്. നമ്മൾ എന്തിനേയും നമ്മൾ ബാഹ്യമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമുക്കൊരു മിസ്റ്റേക്ക് വരണത്. കാരണം നമ്മളെപ്പോഴും അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ലേമാൻ മാത്രമല്ല, നമുക്കറിയാം ഹൈലി ഈവൻ സയൻറ്റിസ്റ്റ്, അതിനേക്കാളൊക്കെ ഉപരി ശരിക്കും ഭയങ്കരമായിട്ട് വളരെയധികം ഇൻ്റലക്ച്വലി ഉയർന്ന, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും അപ്പം ഈശ്വരീയ സങ്കല്പം വരുമ്പോൾ അല്ലെങ്കിൽ റിലീജിയസ് ആകുമ്പോൾ ശരിക്കും യുക്തിരഹിതമായിട്ടൊരു തലത്തിലേക്ക് പോകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം നോർമലി ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ഒരു ദൈവസങ്കല്പം ആരംഭിക്കുന്നത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവനെ സഹായിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ്. അവിടെയാണ് നമ്മുടെ വെരി ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാൻ എന്നെ സഹായിക്കണ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി മസ്റ്റ് ബി ആൻ ഔട്ട്സൈഡർ, ഒരു ബാഹ്യമായിട്ടുള്ള ഒരു വ്യക്തി. അതാണ് നമ്മളുടെ ഈശ്വരീയ അന്വേഷണത്തിൻ്റെ, നമ്മളുടെ ദൈവസങ്കല്പത്തിൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. കാര്യം ഇപ്പം ഞാൻ ഒരുപാട് കുട്ടികൾ ഡയറക്റ്റായിട്ടും അവരുടെ പാരൻസും ഒക്കെ പല സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പറയും, മകൾക്ക് അല്ലെങ്കിൽ മകന് ഒന്നും ഇപ്പോഴ്
ഈശ്വരീയ വിശ്വാസമില്ല, അവർ നിരീശ്വരവാദിയായി പോണു. മാത്രവുമല്ല ഈശ്വര നിഷേധം ചെയ്യണു. പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് വളരെ വിശ്വാസമുണ്ടായിരുന്ന, ഈശ്വര വിശ്വാസമുണ്ടായിരുന്ന, ദൈവഭക്തി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ദുരിതം വന്നപ്പോൾ, അവളുടെ മാതാപിതാക്കൾ ഡിവോഴ്സ് ആയപ്പോൾ, അവൾ പെട്ടെന്നൊരു ദിവസം അവളൊരു നിരീശ്വരവാദിയായിട്ട് മാറി. പിന്നെ അച്ഛന് ഒരു ക്യാൻസർ വന്നപ്പോൾ പെട്ടെന്ന് ഒരു നിരീശ്വരവാദിയായിട്ട് മാറി. അപ്പൊ അതൊരു വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ദൈവനിഷേധം കൂടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അപ്പൊ ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്ന്, ഇപ്പം നമുക്ക് തന്നെ ശരിയായ ഒരു കോൺസെപ്റ്റ് ഇല്ല ദൈവം എന്നുള്ള പറയുന്ന സങ്കല്പത്തിനെ കുറിച്ച്. നമ്മളുടെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതും ഈ തെറ്റായ ഒരു ധാരണയാണ്. കാര്യം ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരോട് പറയണത്, അവർക്ക് ഈശ്വരനെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ എന്തിനാണ്? ഇപ്പൊ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അമ്പാനെ എന്ന് വിളിച്ച് പോയി തൊഴണു. എന്നിട്ട് കുട്ടി എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണം. പിന്നീട് അത് കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോൾ അത് നല്ലോണം പഠിക്കാൻ പറ്റണമെന്ന് പറയണം. ഇങ്ങനെ ഗ്രാജുവലി പിന്നെ ഇത് സ്വയം ഇതിൻ്റെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് സാധിച്ചു തരാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹീറോ പോലെ നമ്മളൊരു ഈശ്വരീയ സങ്കല്പം നമ്മൾ ആ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അത് കുറേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു സമയത്ത് അതിന് പെട്ടെന്ന് ഒരു ബോധം ഉണ്ടാവും, ഈ പുള്ളി ആള് ശരിയല്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നുകിൽ പുള്ളിക്ക് ഇതിനുള്ള വലിയ കഴിവൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ഭക്തരാണ് തള്ളി മറിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെ ഇത്രയും വലിയൊരു സൂപ്പർ ഹീറോനൊക്കെ പോലാക്കി വെച്ചത്, അല്ലെങ്കിൽ പുള്ളിക്ക് എൻ്റെ കാര്യത്തിൽ സപ്പോർട്ടില്ല. മിക്കവാറും ഒക്കെ ആൾക്കാർ അങ്ങനെ വരിക, ഭഗവാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയാം, സാറേ എനിക്ക് കൃഷ്ണൻ പണി തന്നു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുക. അപ്പോ ഇത് മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ധാരണ, ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനിരിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിച്ച് തരാനിരിക്കുന്ന, നിറവേറ്റി തരാനിരിക്കുന്ന ഒന്നല്ല ഈശ്വരൻ. അത് മനസ്സിലാക്കുക. പിന്നെ ദൈവം ഒരിക്കലും ഒരു സോഷ്യലിസ്റ്റ് അല്ല. കാര്യം നീതിമാനായിട്ടുള്ള ഒരാളിന് ഒരു സോഷ്യലിസ്റ്റ് ആവാൻ പറ്റില്ല. സോ കാര്യം എഫേർട്ട് എടുക്കുന്ന ആളിന്, അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും കർമ്മഫലത്തിനനുസരിച്ചാണ് ഫലം ഉണ്ടാകുന്നത്. ഈശ്വരൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ലാണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതോടെ നിൽക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ അർഹിക്കാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ദൈവം തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് തന്നെയാണ് ദൈവം. അതായത് ഇപ്പൊ സൃഷ്ടി നടത്തിയ ഒരു ദൈവം, പിന്നെ അല്ലെങ്കിൽ സൃഷ്ടാവായിട്ടിരിക്കണ ഒരു എക്സ്റ്റേണൽ ആയിട്ടിരിക്കണ ഒരു ദൈവം, അദ്ദേഹത്തിന്റെ സൃഷ്ടി രണ്ട് അങ്ങനെയൊന്നല്ല അത് ആക്ച്വലി. ഇതെന്റെ ഒരു ബോധ്യമാണ് ഞാൻ പറയണത്, വിഭിന്ന അഭിപ്രായങ്ങളുള്ളവരുണ്ടാക്കാം. അതായത് സൃഷ്ടിയും സൃഷ്ടാവും ഒക്കെ ഒരു ദൈവം തന്നെയാണ് ആക്ച്വലി അത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മളുടെ ഭൂമി എടുക്കാം. ഭൂമി എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോരോ കോണ്ടിനെന്റ് ഉണ്ട് അല്ലേ, കോണ്ടിനെന്റ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോഴറിയാം, ഇപ്പൊ നമുക്ക് ഓരോരോ ഭൂഖണ്ഡങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിന് ഓരോരോ പേരുണ്ട്, ഓരോരോ ആൾക്കാരുണ്ട്, അവർക്ക് ഡിഫറെന്റ് എത്തനിസിറ്റീസ് ഉണ്ട്, ഒരുപാട് അത് സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ടുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓരോരുത്തരും ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ടല്ലേ. പക്ഷെ ആക്ച്വലി ഇതെല്ലാം ഒന്നല്ലേ. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ബോധത്തില് ഇതെല്ലാം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. ഒരു കടലിൽ ഒരു ഭൂഖണ്ഡം കാണപ്പെടുന്നു, അപ്പൊ നമ്മൾ വിചാരം അതന്നെ
അതിൻ്റെ ഒരു ദ്വീപ് എന്ന് പറയുമ്പോൾ അതിന് 4 വശവും വാട്ടർ ബോഡീസ് ആണ്. അപ്പം നമ്മളെ വിചാരം എന്താണ്? ഇത് പ്രത്യേകിച്ച് നിൽക്കുന്ന ഒരു ഭൂഭാഗമാണ്, ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം. അല്ല, ആക്ച്വലി ഈ വെള്ളം, ഇതിൻ്റെ അടിയിൽ കരയുണ്ട്, ഇത് കണക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പൊ ശരിക്കും നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഇൻഡിവിജ്വൽ കോൺഷ്യസ് ഉണ്ടെങ്കിലും സത്യത്തിൽ ആക്ച്വലി അതൊരു സിംഗിൾ കോൺഷ്യസ് ആണ്. അതിപ്പോൾ ഒരു വേദാന്തിൻ്റെ ഭാഷയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഒരു പാല് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പാലിൻ്റെ പാട ഇങ്ങനെ പല പല പീസായിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കെട്ടി കിടക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ പാൽ, കാരണം നമുക്ക് ആക്ച്വലി ഇത് പാല് തന്നെയാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് വേറൊരു പ്രോഡക്റ്റായി, പാൽപ്പാട എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോഡക്റ്റായി, അല്ലെങ്കിൽ വേറൊരു സാധനമായിട്ട് നമുക്ക് കാണപ്പെടുന്നു. അതൊക്കെ അതൊക്കെ ഒരു ഫിലോസഫിൻ്റെ വേറൊരു ലെവലാണ്. ഞാൻ ആ ഒരു ലെവലിലല്ല ആക്ച്വലി ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പം നമുക്കൊരു ആത്മീയമായിട്ട് താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ സ്റ്റേജിലേക്ക് വരാനായിട്ട് നമ്മളെ എക്സ്റ്റേണലായിട്ട് സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിപ്പോൾ നമ്മുടെ ലൈക്ക് ഗുരു, അതായത് വേറൊന്നുമല്ല, നമ്മുടെ കോൺഷ്യസ്. ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോധ്യത്തിൽ ദൈവം എന്ന് പറയുന്നത് ഒരു സൂപ്പർ കോൺഷ്യസ് ആണത്. അത് സിംഗിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്, ഞാൻ സർവ്വത്തിലും വ്യാപിച്ചിരിക്കുന്ന ബോധമാകണു, ഞാൻ ഏകമാണെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നു. അപ്പം നമ്മളൊരു സ്വാഭാവികമായിട്ട് നമുക്ക് തുടങ്ങുമ്പം ഒരു ചെറിയ ആളിന്, ഒരു ചെറിയ കുട്ടിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം കൊടുക്കേണ്ടുന്ന ഒരു ഈശ്വരീയ സങ്കല്പം, അത് നമ്മൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ദൈവത്തിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല ദൈവത്തിനെ, അല്ലെ? ഇപ്പം നാളെ എൻ്റെ അടുത്ത് ഒരു രൂപം, ഒരു സത്വം പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറയണു ഞാൻ ദൈവമാണ് എന്ന് എന്നോട് പറഞ്ഞാൽ, ഈ ദൈവത്തിന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? അതിനൊരു മാർഗമേ ഉള്ളൂ. ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു സ്വത്വം വരുന്നു, അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ എന്താ പറയണത്, നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മീൻസ് കണ്ടു കഴിഞ്ഞാൽ ഈശ്വരനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമിൽ, നല്ല ഗ്ലോയുള്ള സ്കിന്നും ചുമന്ന ചുണ്ടുകളും, എന്താ പറയുക, ഒരിക്കലും ദേഷ്യപ്പെടാത്ത പോലത്തെ മന്ദഹാസവുമായിട്ടൊക്കെ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിനൊന്നും വാല്യൂ കൊടുക്കില്ല. അദ്ദേഹം പറയണ കാര്യം എന്താണെന്ന് ഞാൻ ചിന്തിക്കും. കാര്യം ഇപ്പം നമ്മളാരും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് നമുക്ക് തിരിച്ചറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നത് കുറച്ച് ക്വാളിറ്റീസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രൂത്ത്, സത്യം. പിന്നെ നെക്സ്റ്റ് വരുന്ന സാധനം എന്താണ്? കരുണ, മേഴ്സി, അല്ലെങ്കിൽ കരുണ എന്ന് പറയണം. ഇപ്പൊ കരുണ ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. കരുണ എന്ന് പറയുമ്പോൾ ഒരാള് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിലും അയാളോട് നമുക്കൊരു സഹായ മനോഭാവം ഉണ്ടാകണതാണ് കരുണ. ഇപ്പൊ ആക്ച്വലി ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഈ കരുണ. അതായത് നമ്മളാരും ശരിക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജസും അനുഭവിക്കാനുള്ള ഒരു എലിജിബിലിറ്റിയും ആക്ച്വലി നമുക്ക് ആർക്കും ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കണോ, ഈ പറഞ്ഞ പോലെ കാലം തെറ്റിയെങ്കിലും ഒക്കെ മഴ പെയ്യണത് അദ്ദേഹത്തിന്റെ കരുണ കൊണ്ടാണ്. പിന്നെ മറ്റൊരു ക്വാളിറ്റിയാണ് ഈ പാർഷ്യാലിറ്റി ഇല്ലായ്മ. മീൻസ് അദ്ദേഹം നിഷ്പക്ഷനാണ്. അപ്പൊ നമുക്ക് ഈ ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗുണങ്ങൾ ആരിൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റണം. ഒന്ന് സത്യം, 2 ദയ, 3 ഈ പാർഷ്യാലിറ്റി ഇല്ല, നിഷ്പക്ഷമായിട്ട് നിർഗുണമായിട്ട് സർവത്തിനും സാക്ഷിയായിട്ട് യാതൊന്നിനാലും സ്വാധീനിക്കപ്പെടാണ്ട് വിറ്റ്നസ് ആയിട്ട് നിൽക്കണ ഒരു ക്വാളിറ്റി. ഈ 3 ക്വാളിറ്റിയും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നോ ദ ട്രീ ഫ്രം ഇറ്റ്സ് ഫ്രൂട്ട്. കാരണം മാത്യുവും ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട്,
അങ്ങ് രണ്ടാമത് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ അങ്ങയെ തിരിച്ചറിയും? അപ്പൊ ക്രിസ്തു പറയുന്നൊരു ഒരു ഉപായമാണത്. നോ ദ ട്രീ ഫ്രം ഇറ്റ്സ് ഫ്രൂട്ട്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ നമുക്ക് ദൈവം എന്ന് പറയുന്നത് കുറെ ക്വാളിറ്റീസ് ആണ്. ഈ ക്വാളിറ്റീസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുള്ളൂ എന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്താൽ നോർമലി തന്നെ അവരുടെ സ്ട്രഗിൾസ് എല്ലാം മാറിപ്പോകും. കാര്യം ബേസിക്കലി നമുക്ക് നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വരുന്നതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ. ഒറ്റൊരു കാരണം നമ്മളുടെ പൂർവജന്മ അല്ലെങ്കിൽ പാസ്റ്റ് കർമ്മ ഫ്രൂട്ട്. ചിലപ്പോൾ കഴിഞ്ഞ മൊമെന്റിലതായിരിക്കാം, ചിലപ്പോൾ പ്രീവിയസ് ബർത്തുകളതായിരിക്കാം. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന നന്മ, ഇപ്പൊ ഉദാഹരണത്തിന് സത്യം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കള്ളം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ പറ്റില്ല. കാര്യം തിന്മ നമ്മൾ ചെയ്താൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ ഒരു പ്രവണത ഉണ്ടാവും, മറച്ചു വയ്ക്കാൻ ഒരു പ്രവണത ഉണ്ടാവും, അല്ലേ? ഇപ്പൊ സത്യം ശീലിക്കുന്നവൻ മറച്ചു വെക്കില്ല. പിന്നെ കരുണ ഉള്ളവൻ ആരെയും ഹാം ചെയ്യില്ല. പിന്നെ നമുക്ക് നിഷ്പക്ഷത വരുമ്പോൾ, നമുക്ക് പാർഷ്യാലിറ്റി ഇല്ലാണ്ടാവുമ്പോൾ അവൻ എപ്പോഴും ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി മാത്രം നിലനിൽക്കും. കാര്യം അവൻ ആരോടും പാർഷ്യാലിറ്റി ഇല്ല. അവൻ ഈ ക്വാളിറ്റീസിനോട് മാത്രമാണ് അവന് ഒരു ആഭിമുഖ്യമുള്ളത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഈശ്വരീയ സങ്കല്പം ഇതാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ സത്യമാണ്, കരുണയാണ്, നിഷ്പക്ഷതയാണ്. ഈ ശീലങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഈ ശീലങ്ങളോട് കൂടി നിങ്ങൾ ഈശ്വരനെ സമീപിച്ചാൽ മാത്രമേ, ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ നോർമലി ഈ രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവരുടെ പ്രോബ്ലംസ് മാറും. സപ്പോസ് ഇഫ് യു ആർ ലൈറ്റ്, നിങ്ങളിപ്പം ഒരു പ്രകാശമാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ മുമ്പിൽ വിളക്ക് പിടിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല. ഒരു പൂജാരിയുടെയോ ഒരു ദേവതയുടെയോ ഒരു പോറ്റിയുടെയോ ഒരുത്തൻ്റെ ആവശ്യമില്ല, ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. അവിടെ നിങ്ങൾ സ്വയം പ്രകാശമാണെങ്കിൽ. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ തന്നെ അർത്ഥം ഇതാണ്. സ്വയം പ്രകാശിക്കുന്നത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈശ്വരനെ നമ്മൾ എപ്പോഴും സമീപിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പോലെ പ്രകാശിക്കാൻ പറ്റണം, നമ്മളെ പ്രകാശമാക്കി മാറ്റാൻ പറ്റണം. നമ്മളെ സ്വയം പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. ഈ ക്വാളിറ്റീസ് നമുക്ക് കിട്ടുന്നത് ആരാണോ, അല്ലെങ്കിൽ ആരാണോ നമുക്ക് തരുന്നത്, അതാണ് റിയൽ ഗോഡ് അല്ലെങ്കിൽ റിയൽ ഗുരു. നമ്മൾ ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വൈ ഷുഡ് യു പ്രേ എന്ന് നിങ്ങളുടെ കുട്ടികൾ, അല്ലെങ്കിൽ വൈ ഷുഡ് ഐ പ്രേ എന്ന് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. മകനെ, മകളെ, നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ കിട്ടണം. ഇതാണ് ഈശ്വരൻ. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാകും. ഈ ഗുണം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും, സക്സസ്ഫുൾ ആകും, എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇത്രയും മാത്രം പറഞ്ഞു കൊടുത്ത് വളർത്തിയാൽ അവർ വളരും തോറും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആവുകയും അവർ സ്വയം പ്രകാശമാവുകയും അവരൊരിക്കലും ഈശ്വരനെ വിട്ടു പോവില്ല. അവരൊരിക്കലും തിന്മ പ്രവർത്തിക്കില്ല. അവരെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഗുരുക്കന്മാർക്കോ മതഭക്താക്കൾക്കോ ആർക്കും ചൂഷണം ചെയ്യാനും കഴിയില്ല. അപ്പോ സദ്ഗുണങ്ങളാണ് ഈശ്വരൻ, സദ്ഗുണങ്ങളാണ് ഈശ്വരൻ എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ സത്യത്തിൽ സാധാരണ രീതിയിലുള്ള ആളുകൾക്കും ആ ഒരു ബോധ്യം വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കൈലാസത്തിൽ വസിക്കുന്ന ഒരാൾ, പിന്നെ വേറെ കുറെ ആൾക്കാർക്ക് ഗോലോകത്തിൽ വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വന്നിട്ട് വാളെടുത്ത് വെട്ടുന്ന ഒരാൾ. അങ്ങനെയൊക്കെയാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളൊക്കെ പിടിച്ച ഒരു സംഗതിയാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈശ്വരീയമായിട്ടുള്ള സങ്കല്പത്തിൽ നിങ്ങൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഉയർന്നമായിട്ടുള്ളൊരു ബോധതലം. ഇപ്പം നിങ്ങൾക്ക് ആരെയും ആരാധിക്കാം. ഞാനത് പറയാൻ കാരണം ഇപ്പോഴും ഇവിടെ ചില പ്രത്യേക ഡയറ്റീസിനൊക്കെ ഭയങ്കര പോപ്പുലർ ആവുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് പരിണാമം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പം നിങ്ങൾ ശാസ്ത്രത്തിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ദൈവം ഇതിനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ മണ്ണെടുത്ത് വാരിയൽ ഊരി വെച്ചിട്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വിഷ്ണു ഇറങ്ങി വന്നിട്ടോ ചെയ്തു എന്നോ നിങ്ങൾ എന്തൊക്കെ വിശ്വസിച്ചാലും ശരി, ഈ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു താഴത്തെ ലെവലിലാണ് ഈ ആനിമൽസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. മൃഗങ്ങളുടെ ഒരു കോൺഷ്യസ് ഉണ്ട്. അപ്പൊ ഈ ശരിക്കും മനുഷ്യൻ ഉയർന്ന ബോധമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഉയർന്ന ബോധമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈശ്വരീയമായിട്ടുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഉയർന്ന തലത്തിലേക്ക് എത്തണം. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാവണത് നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ്, ഒരു എവല്യൂഷൻ ഉണ്ടാകണത് അല്ലേ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യനേക്കാൾ താഴ്ന്ന ബോധ നിലവാരമുള്ള ആനിമൽസിനെ, ലൈക്ക് സ്നേക്സ്, മങ്കീസ്, ഇവരെയൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് മനസ്സിലാകണില്ല. നമ്മളൊരു സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മെർസിഫുൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രകൃതി, നമ്മുടെ സകല ചരാചരങ്ങളെയും സർവ്വജീവജാലങ്ങളെയും കേവലം ഒരു ഉറുമ്പിനെ പോലും നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ അതിനെ സംരക്ഷിക്കണം. കാരണം നമ്മളാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ, ഹ്യൂമൻ ബീയിങ്സ് ആണ് ഏറ്റവും ഉയർന്ന ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ട് നിൽക്കുന്നത്. അത് ബോധ തലത്തിലാണ്, അല്ലാണ്ട് ഫിസിക്കലി മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയുന്ന എത്രയോ ആളുകൾ അല്ലെങ്കിൽ എത്രയോ ജീവജാലങ്ങളുണ്ട്. ബോധത്തിലാണ് ഉയർന്ന തലത്തിൽ മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യണം? അവനെ താഴെ തലത്തിലുള്ള ആ എല്ലാ സകല ജീവജാലങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ അതിനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കാൻ പോകരുത്. നിങ്ങൾ ആരാധിക്കുന്നത് എന്താണോ നിങ്ങൾ അതായിത്തീരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു ദോഷമാണ് ഇവിടെ ഒരു ആസ് എ ഹിന്ദു, ആസ് എൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഒരു ഭാരതീയമായ സംസ്കാരത്തെ സ്നേഹിക്കുകയും അതിനെ എൻ്റെതായ രീതിയിൽ ഫോളോ ചെയ്യാനും ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പ്രാകൃതമായിട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാതെ നമ്മളെക്കാൾ ബോധം കുറഞ്ഞ തലത്തിലേക്ക് നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകണത് എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഷ്യസിനേക്കാൾ ഉയർന്ന ഒരു തലത്തിൽ. അപ്പം നിങ്ങളെക്കാൾ ബുദ്ധി കുറഞ്ഞ ഒരാളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയാൽ, അയാളുടെ മാർഗം പിന്തുടർന്നാൽ നിങ്ങൾ അധപ്പതിച്ചു പോകും, റൈറ്റ്? അപ്പൊ അതുപോലെ എപ്പോഴും നിങ്ങൾ ഒരു ഹയർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കോൺഷ്യസ് ആണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുക. ആ ദൈവത്തിന് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ശരിക്കും ആർക്കും കാണാൻ പറ്റില്ല. ദൈവം എന്ന് പറയുന്നത് കുറേ ക്വാളിറ്റീസ് ആണ്. ആ ക്വാളിറ്റീസ് ആരിലുണ്ടോ അവനിൽ ഈശ്വരൻ വസിക്കണു, അവൻ തന്നെ ഈശ്വരൻ. അപ്പൊ നാളെ ഒരുത്തൻ വന്നിട്ട് ഞാൻ കൽക്കിയാണെന്ന് പറഞ്ഞാലും, ഞാൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞാലും, ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞാലും നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ അവൻ്റെ DNA ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അവൻ്റെ കോസ്റ്റ്യൂം നോക്കാനൊന്നും പോണ്ട. അവൻ്റെ അച്ഛനമ്മേൻ്റെ പേരോ അവൻ്റെ പൂർവ്വജന്മ കഥകളോ അവൻ്റെ ജാതകവും മറ്റെല്ലാം അവിടെ പോയി എടുത്ത തഞ്ചാവൂരിലെ താളിയോലും വെച്ച് നോക്കാനൊന്നും പോണ്ട. യു ജസ്റ്റ് വാച്ച് ഹിം. അയാൾ ഒബ്സർവ് ചെയ്യൂ, അയാളുടെ ലൈഫ്, അയാളുടെ വാക്ക് അതൊക്കെ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ എനിക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് സദ്ഗുണങ്ങളാണ് ബേസിക് ലെവലിലുള്ള ഒരാൾക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ളത്. ഒരു ഫിലോസഫിക്കൽ ലെവലിൽ ഒരു ഡിസ്കോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.